അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ അംഗവും കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തുന്നു. മന്ത്രിസഭയിലെ അംഗം കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുത്തുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി തനിച്ച് മാറാടേക്ക് സന്ദർശനത്തിന് പോകുന്നു. ഇത് RSS അനുവദിച്ച കാര്യം. RSSൻ്റെ അനുവാദം വേണോ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും അത്തരമൊരു സ്ഥലം സന്ദർശിക്കാൻ? അത് നാട് കണ്ട കാര്യമല്ലേ? അവിടെ ആ കടപ്പുറത്ത് ഞങ്ങൾ പോയല്ലോ. ആരുടെയെങ്കിലും അനുമതി വാങ്ങിയിട്ടാണോ? ആ ഘട്ടത്തിൽ പോയില്ലേ? ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുട്ടുപറയലുണ്ടായോ? RSSനോട് ഞങ്ങൾ സ്വീകരിച്ച സമീപനം എന്ത് എന്നത് ഈ നാടിന് നല്ലതുപോലെ അറിയാവുന്ന കാര്യമല്ലേ? RSSകാർക്ക്, അതും പോലീസിനെ ആക്രമിച്ച RSSകാർക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ വേണ്ടി അവരുടെ പേരിലുള്ള കേസ് പിൻവലിച്ചത് കോൺഗ്രസ് MLAയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇതൊന്നും മറന്നു പോകരുത്. പ്രവീൺ തൊഗാഡിയുടെ മുതലക്കുളം പ്രസംഗം, അന്ന് അതിനെ കേസെടുത്തു. ആ എടുത്ത കേസുകൾ പിന്നീട് പിൻവലിച്ചു. അത് ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിന്ന സർക്കാരായിരുന്നു എന്നതും നമ്മൾ മറക്കരുത്. ലീഗ് അതെല്ലാം നല്ലതുപോലെ ഓർക്കുന്നുണ്ടാവുമല്ലോ. RSS CPIM സംഘർഷം അവസാനിപ്പിക്കാൻ സർക്കാരിൻ്റെ തലവനെന്ന നിലയിൽ ഞാൻ മുൻകൈയെടുത്തു എന്നാണ് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. ഈ പദവിയിലിരിക്കുമ്പോൾ പുലർത്തേണ്ട ഉത്തരവാദിത്വം എന്താണെന്ന തിരിച്ചറിവ് സാധാരണ നിലക്ക് എല്ലാവർക്കും ഉണ്ടാകും. ആ ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. നാട്ടിൽ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആകാവുന്നത് ചെയ്യുക എന്നതാണ് അതിൻ്റെ കടമയാണ്. അതിൻ്റെ ഭാഗമായി അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും യേശുന്ന കാര്യമല്ല. കേരളത്തിൻ്റെ ജീവൽ പ്രധാനമായ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കാണാൻ പോകുന്നത് അത് നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. ഓരോ ഘട്ടത്തിലും അത് ചെയ്യേണ്ടതായിട്ട് വരും. അവരുമായി ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ എല്ലാ ഘട്ടത്തിലും തുടരേണ്ടതായിട്ട് വരും. നമുക്ക് തിക്തമായ അനുഭവങ്ങളുണ്ടാകും. നമുക്ക് ആവശ്യമായ സഹായം ലഭിക്കാത്ത തിക്തമായ അനുഭവങ്ങൾ. പക്ഷേ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു ഘട്ടത്തിലും നിങ്ങളുമായി ഒരു ബന്ധപ്പെടലുമില്ല എന്ന നിലപാടെടുത്ത് പോകാൻ പറ്റുമോ? അപ്പോൾ പിന്നെയും ബന്ധപ്പെടേണ്ടി വരും. മുണ്ടക്കൈ ചൂർമല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായില്ല. മുണ്ടക്കൈ ചൂർമല ദുരന്തം വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എന്താ? പ്രധാനമന്ത്രി വന്നു, സംസാരിച്ചു. നേരത്തെ ഉള്ളതായിരിക്കില്ല, ഇപ്പോൾ കിട്ടും. കിട്ടിയോ? കിട്ടിയില്ല. എയിംസ് പലവട്ടം നമ്മൾ ചെന്ന് ചോദിച്ചു. ഓരോ തവണയും സംസാരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു കാര്യത്തിനും നിങ്ങളെ ബന്ധപ്പെടില്ല എന്ന നിലപാടാണോ? കണ്ണൂർ വിമാനത്താവളം പോയിന്റ് ഓഫ് കോൾ പദവി നമുക്ക് തരുന്നില്ല. അത് ഇപ്പോഴും ഈ വിമാനങ്ങളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി ഉയർന്നു വന്ന ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിനാവശ്യമായ അനുമതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണ്ടേ? അത് ചെയ്യേണ്ടത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയല്ലേ? അതാണ് ഔദ്യോഗിക കൂടിക്കാഴ്ചകളിലൂടെ നിർവഹിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീന വലയം ലീഗിൽ വലിയ തോതിൽ രൂഢമൂലമാവാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. അവർ തലശ്ശേരി കലാപത്തിൽ വിധിയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട്, അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിലും ഒന്ന് എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. ലീഗ് നേതാക്കൾ അന്ന് മന്ത്രിമാരായിരുന്നു. അവിടുത്തെ
ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ചെറുവിരൽ അനക്കിയ അനുഭവം ആ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. രാജ്യത്താകെയും കേരളത്തിലും എവിടെയും ഞങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് വർഗീയതയ്ക്കെതിരാണ്. ഏത് വർഗീയതയെയും അംഗീകരിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. എല്ലാ വർഗീയതയെയും എതിർക്കുന്ന നിലപാടാണ്. സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് രീതികൾക്കെതിരാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും. ഞങ്ങളെ അടിച്ചമർത്താനും അതിൻ്റെ ഭാഗമായി ഞങ്ങളെ ഇല്ലാതാക്കാനുമെല്ലാമുള്ള ശ്രമം സംഘപരിവാർ കേരളത്തിൽ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ ശക്തമായി തന്നെ എതിർക്കുന്നുമുണ്ട്. എന്നാൽ സംഘപരിവാർ കേരളത്തിനെതിരെ നടത്തുന്ന ഉത്സവ നീക്കങ്ങൾ, അത്തരം നീക്കങ്ങൾക്കെതിരെ അരയക്ഷരം സംസാരിക്കാൻ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ നേതാക്കൾ തയ്യാറാകുന്നുണ്ടോ? പലപ്പോഴും അത്തരം നീക്കങ്ങളെ പിന്താങ്ങുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത് എന്നല്ലേ അനുഭവം. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് എന്ത് ആക്ഷേപം ഉന്നയിച്ചാലും, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വർഗീയതയുടെ ഭാഗമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചാലും അതൊന്നും നാട്ടിലേശുന്ന കാര്യമല്ല. പകല് കോൺഗ്രസും രാത്രി RSSും ആയി നടക്കുന്നവരുണ്ട് എന്ന് കോൺഗ്രസിന് ചില നേതാക്കൾ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പാണക്കാട് നിന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെ ഉണ്ടാകുന്നുവെന്ന് വരുമ്പോൾ എവിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജമാഅത്തയുടെ വർഗീയത അത് നല്ല സ്വീകാര്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 4 വോട്ട് അതിൻ്റെ ഭാഗമായി കിട്ടുമെങ്കിൽ നല്ലതാണ് എന്നാണ്. പക്ഷേ കാണേണ്ട കാര്യം അത് നമ്മുടെ നാടിനുണ്ടാക്കുന്ന ആപത്താണ്. ആ ആപത്ത് ചെറുതായിരിക്കില്ല എന്നത് തിരിച്ചറിയാൻ കഴിയണം. അത് നിങ്ങൾക്ക് തന്നെ നാശകരമായി സംഭവിക്കും. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിഴുകുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് നാടിന് ഗുണകരമായിരിക്കുമോ എന്ന് പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗും ആലോചിക്കുന്നത് നല്ലതാണ്. മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന കോൺഗ്രസും ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളെ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് എത്രമാത്രം ആത്മഹത്യാപരമാകും എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഞങ്ങളിൽ ആർക്കും സംഘീ കുപ്പായം പാകമാകില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. അത് കൃത്യമായി ഫിറ്റാകുക ശാഖയ്ക്ക് കാവൽ നിന്നവർക്കായിരിക്കും, അവരുടെ സംരക്ഷകർക്കായിരിക്കും, അവരുടെ RSSകാരുടെ കേസുകൾ പിൻവലിച്ചു കൊടുത്തവർക്കായിരിക്കും, കർസേവക്ക് ഒത്താശ ചെയ്തവർക്കായിരിക്കും, RSSൻ്റെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിലൊക്കെ വണങ്ങുന്നവർക്കുമായിരിക്കും. അതൊന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലും യേശില്ല എന്നതാണ് ഞങ്ങൾക്കതുമായി വ്യക്തമാക്കാനുള്ളത്.